നമസ്കാരം, ഞാൻ ഷീമ. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സന്തോഷം ഡിഫറെൻ്റ് രീതിയിലായിരിക്കും. നമ്മളെപ്പോഴും വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ? വീട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമ്മൾ വീട് ആദ്യം നീറ്റാക്കുക എന്നുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം. വീട് ക്ലീനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സന്തോഷം കൊണ്ടുവരാൻ പറ്റും. കാരണം എങ്ങും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലിഭാരം തോന്നത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും കുറേ തുണി മടക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു ജോലിഭാരം. അത് എത്ര പ്രാവശ്യം നമ്മൾ അതിൻ്റെ കൂടെ കണ്ണൊന്ന് ഓടിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിച്ച് പറഞ്ഞു, നീ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണേന്ന് വെച്ചാൽ നിൻ്റെ ഈ ഒരു ചിരിയും സംസാരവും അതുപോലെ തന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ടാണ് നീ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നീ അത് ഹാൻഡിൽ ചെയ്യണം. ശരി തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കും നാളെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാമെന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുക. അല്ലെങ്കിൽ സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് ആയിക്കോട്ടെ ചിന്തിക്കുക. ഇന്നലകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നാളെയെക്കുറിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഇന്നൊരു 100 രൂപ കയ്യിലില്ലെങ്കിൽ പോലും നാളെ എൻ്റെ കയ്യിൽ 1000 വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്നലെ കസ്റ്റമർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാൻ തന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാനത് കട്ടിങ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കസ്റ്റമർ വന്ന് നോക്കി അതിട്ട് നോക്കുമ്പോഴാണ് നമ്മൾക്കും കൂടുതൽ സന്തോഷമാവുക. കാരണം അവർ ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. അല്ലെങ്കിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാവും അടിച്ചു തരാനൊക്കെ പറയുമ്പോൾ നമ്മളത് അപ്പം തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി ടൈലറിംഗ് ഒക്കെ പഠിച്ചെങ്കിലും ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. കുട്ടികളുടെ കാര്യവും നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ട, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ ഫുഡുകൾ അവർക്ക് വളരെ സന്തോഷത്തോടെ കഴിക്കുന്നില്ലേ. അപ്പോൾ കസ്റ്റമർ വരാറായി വൈകുന്നേരം വരും എന്ന് പറഞ്ഞു. ഞാനതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഓൾട്രേഷൻ വർക്കും ഞാൻ കുറച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കും ഒരു വരുമാനം അതിലൂടെയും കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വലിയ വലിയ സന്തോഷം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ചുറ്റുമുള്ളവർക്ക് സന്തോഷം